വടക്കാഞ്ചേരിക്ക് കാട്ടാനകളെ തുരത്താൻ ലഭിച്ചത് 78.6 ലക്ഷം രൂപ. എന്ന് നടപ്പിലാകും ആന പ്രതിരോധം? അനാസ്ഥയിൽ പ്രതിഷേധിച്ച് വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സേവ്യർ ചിറ്റിലപ്പള്ളി MLA ക്യാമ്പ് ഓഫീസിന് മുന്നിൽ നിൽപ്പ് സമരം നടത്തി. മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി K. അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി ജിജോ കുര്യൻ മുഖ്യ പ്രഭാഷണം നടത്തി. DCC സെക്രട്ടറി P. K. രാജു, മുൻ മണ്ഡലം പ്രസിഡന്റ് AS ഹംസ, മുണ്ടത്തിക്കോട് മണ്ഡലം പ്രസിഡന്റ് CH ഹരീഷ്, TV സണ്ണി, ശശിമംഗലം ബാബുരാജ് കണ്ടേരി, രാധാകൃഷ്ണൻ CR, സന്ധ്യ കൊടക്കാടത്ത്, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷഫി, KSU ജില്ലാ സെക്രട്ടറി നിഹാൽ റഹ്മാൻ, KH സിദ്ദിഖ്, കൌൺസിലർമാരായ ജിജി സാംസൺ, അഡ്വക്കേറ്റ് ശ്രീദേവി രതീഷ്, K. ഗോപാലകൃഷ്ണൻ, രമണി പ്രേമദാസൻ, B. ഹരിദാസ്, MA സുധൻ, ജയ്മോൻ, NV വില്യംസ് തുടങ്ങിയവർ. ഉന്നതതല യോഗം നടന്നിട്ട് 2 ആഴ്ച. ഹോട്ട്സ്പോട്ട് നിർണയം പോലും നടന്നില്ല. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അതിർത്തിയിലെ കാട്ടാന ശല്യം നേരിടുന്ന വിവിധ പ്രദേശങ്ങളിൽ രാഷ്ട്രീയ കൃഷി വികാസ് യോജന RKVY പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൗരവേലി നിർമ്മാണത്തിനുൾപ്പെടെ 78.6 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചിട്ടും ആന പ്രതിരോധം ആനയേക്കാൾ വലിയ അനാസ്ഥയിൽ. തെക്കുംകര, വരവൂർ, മുള്ളൂർക്കര, ദേശമംഗലം, എരുമപ്പെട്ടി പഞ്ചായത്തുകളിലെയും വടക്കാഞ്ചേരി നഗരസഭയിലെയും വനമേഖലയുമായി ചേർന്ന പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന കാട്ടാനടക്കമുള്ള വന്യജീവി ആക്രമണം തടയുന്നതിനായി MLA സേവ്യർ ചിറ്റിലപ്പള്ളിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ മാസം 29-ന് ഉന്നതതല യോഗം നടന്നെങ്കിലും എടുത്ത തീരുമാനം ഫ്രീസറിലാണ്. വനം കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും തദ്ദേശ സ്ഥാപന പ്രതിനിധികളും സംയുക്തമായി സ്ഥലനിർണയം നടത്തി വന്യമൃഗശല്യം രൂക്ഷമായി അനുഭവപ്പെടുന്ന സ്ഥലങ്ങൾ ഹോട്ട്സ്പോട്ടായി കണ്ടെത്തുന്നതിന് തീരുമാനമെടുത്തിരുന്നു. അതിനുപോലും നടപടിയുണ്ടായിട്ടില്ല. പ്രളയവും വിവിധ സ്ഥലങ്ങളിലെ മണ്ണിടിച്ചിലുമാണ് തിരിച്ചടിയായതെന്നതാണ് അധികൃതരുടെ വിശദീകരണം. ഹോട്ട്സ്പോട്ടുകൾ നിശ്ചയിച്ച് പദ്ധതി നിർവഹണ ചുമതലയുള്ള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ഏജൻസിക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായിരുന്നു തീരുമാനം. ഇതിനുശേഷം പഞ്ചായത്ത് തല ഗുണഭോക്തൃ സമിതി രൂപീകരിക്കുന്നതിന് തീരുമാനമെടുത്തിട്ടുണ്ട്. വേഗതയില്ലായ്മ കൂട്ടാകുമ്പോൾ എല്ലാം കഴിഞ്ഞ് അടുത്തൊന്നും ആന പ്രതിരോധം സാധ്യമാകില്ലെന്ന് വിശ്വസിക്കാനാണ് ആനക്കൊമ്പിന് താഴെ കഴിയുന്നവർക്ക് ഇഷ്ടം. പ്രിയപ്പെട്ട മുണ്ടത്തിക്കോട് മണ്ഡലം പ്രസിഡന്റ് CH ഹരീഷ്, നമ്മുടെ ഒരു 3 വർഷമായി വടക്കാഞ്ചേരി മേഖലയിൽ നമ്മുടെ ചുരം തുറന്നതിന് ശേഷം ആനകൾ ഇറങ്ങി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം, ഇതിനു മുമ്പ് പന്നിശല്യം മാത്രമാണ് നേരിടേണ്ടി വന്നിരുന്നത്. പന്നികളെ വെടിവെക്കാനൊക്കെ സർക്കാർ ഉത്തരവിട്ടെങ്കിലും പക്ഷെ അതൊന്നും നഗരസഭാ മേഖലയിൽ കാര്യമായിട്ട് നടന്നില്ല. മറ്റു പല പഞ്ചായത്തുകളിലും അവര് വെടിക്കാരെ കൊണ്ടുവന്ന് കുറെ പന്നികളെ വെടിവെച്ചു എങ്കിലും നഗരസഭാ മേഖലയിൽ ഇപ്പോഴും പന്നിശല്യം രൂക്ഷമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ചുരം തുറന്നതിന് ശേഷം 2 വനപ്രദേശവും തമ്മിലുള്ള കണക്ഷൻ പീച്ചി വനമേഖലയിലേക്ക് കൂടുതൽ വന്യമൃഗങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയത്. അത് നേരെ വാഴാനിയിലെത്തുകയും വാഴാനിയിൽ നിന്ന് അകമലയിലെത്തുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. ഒരാനയെ അവിടെ പന്നിയെ പിടിക്കാൻ വേണ്ടി വെച്ച വൈദ്യുതി കെണിയിൽപ്പെട്ടൊരു ആന മരിക്കുകയും അതിനെ തുടർന്നുണ്ടായ വിവാദമൊക്കെ നമുക്കറിയാം. അതിന്റെ കൊമ്പെടുത്ത് കൊണ്ടുപോവുകയൊക്കെ ചെയ്ത കാര്യങ്ങൾ നമുക്കറിയാം. ഈ ആനകൾ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം, ആദ്യം വന്ന് വനമേഖലയോട് അടുത്ത പ്രദേശങ്ങളിൽ വന്നു പോവുകയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി അവരുടെ കൃഷി നശിപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ്. ഇപ്പൊ നമ്മുടെ ഗോവിന്ദൻകുട്ടിയേട്ടൻ, അകമലയിൽ താമസിക്കുന്ന ഗോവിന്ദൻകുട്ടിയേട്ടന്റെ 500ഓളം വാഴകൾ ചവിട്ടി ഒടിച്ച് അതിൽ അവർക്ക് ഭക്ഷിക്കാൻ കഴിയുന്ന സാധനങ്ങൾ ഭക്ഷിച്ചു പോയി. അതുപോലെ എല്ലാ തോട്ടത്തിലും അവിടെ പൂക്കുന്നത്ത് ബാബുവേട്ടൻ തുടങ്ങി ആ വനമേഖലയോട് അകമല വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന എല്ലാ മേഖലയിലുള്ള കൃഷിത്തോട്ടങ്ങൾ ഒരുവിധമൊക്കെ ഇപ്പൊ നശിപ്പിച്ചു കഴിഞ്ഞു. ആളുകളെ ഇതുവരെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ തൊട്ടടുത്ത നിയോജക മണ്ഡലമായ ചേലക്കരയിലെ വാഴക്കോട് ഇപ്പൊ വൈകുന്നേരമായ റോട്ടിലാണ് ആന. അതെന്നാണ് ആളുകൾ ഉപദ്രവിക്കുക എന്ന് പറയാൻ പറ്റില്ല. വഴി ആന റോട്ടിൽ ഇറങ്ങി പല മാധ്യമ പ്രവർത്തകരും അതുവഴി പോയ ആളുകളൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. റോട്ടിലിറങ്ങി നിൽക്കുകയാണ്. എന്തെങ്കിലും ഒരിക്കൽ അത് ആരെങ്കിലും ഉപദ്രവിക്കണം തോന്നിക്കഴിഞ്ഞാൽ ആ ഹതഭാഗ്യന്റെ ജീവന് ആപത്തുണ്ടാവും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം.